ഏറെ വിവാദമായ ഇടതുമുന്നണിയിൽ ഒരു പോരിന് തന്നെ വഴി തുറന്ന PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP ആണ് എന്ന് കേന്ദ്ര സർക്കാർ. ഇക്കാര്യത്തിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് രാജ്യസഭയിൽ പറഞ്ഞത്. സർവ്വസമ്മതത്തോടെയാണ് PM ശ്രീ ഈ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്നും മന്ത്രി വെളിപ്പെടുത്തി. CPIM BJP ഒത്തുകളി എന്ന ആരോപണത്തിന് ശക്തി കൂട്ടാൻ കോൺഗ്രസിന് വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഈ പ്രസ്താവന. കിട്ടിയ പാടെ കോൺഗ്രസ് അതിൽ കയറി പിടിച്ചിട്ടുമുണ്ട്. ഇടതുമുന്നണിയിൽ കെട്ടടങ്ങി എന്ന് കരുതിയ PM ശ്രീ വിവാദം വീണ്ടും കത്തിക്കാൻ അല്ലെങ്കിൽ കത്തിപ്പിടിക്കാൻ ഇത് കാരണമാകുമോ? ആദ്യം RJ ഇസ്ലാം. വീണ്ടും വിവാദ പർവം കയറുകയാണ് PM ശ്രീ. സർവ്വസമ്മതത്തോടെയാണ് കേരളം PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്നാണ് കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് സമ്മതം അറിയിച്ചെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയെ അറിയിച്ചത്. ജോൺ ബ്രിട്ടാസ് ആണ് കേന്ദ്രത്തിനും കേരളത്തിനും ഇടയിലെ പാലമായത്. സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കം മൂലം പദ്ധതി നടപ്പിലാക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും കേന്ദ്രമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ചേരില്ലെന്നായിരുന്നു ആദ്യം മുതലേ കേരളം സ്വീകരിച്ചിരുന്ന നിലപാട്. LDFന്റെ പ്രഖ്യാപിത നിലപാട് മറികടന്ന് ഒക്ടോബർ മാസം ആദ്യം ഘടകകക്ഷികൾ അറിയാതെ PM ശ്രീയിൽ ചേരുന്നതായി സംസ്ഥാന സർക്കാർ അറിയിക്കുകയായിരുന്നു. എന്നാൽ CPI ഉയർത്തിയ ശക്തമായ എതിർപ്പ് മുന്നണിയും മന്ത്രിസഭയും മുൾമുനയിലാക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കേരളം കേന്ദ്രത്തെ അറിയിച്ചത്. ധർമ്മേന്ദ്ര പ്രധാന പരാമർശം CPMന് രാഷ്ട്രീയപരമായി തിരിച്ചടിയാകാനാണ് സാധ്യത. PM ശ്രീയുടെ മറവിൽ CPM BJP അന്തർധാരി എന്ന കോൺഗ്രസ് ആരോപണത്തിന് പാർട്ടി നേതൃത്വം മറുപടി പറയേണ്ടിവരും. RJ ന്യൂസ് മലയാളം. രാഷ്ട്രീയ താല്പര്യങ്ങൾ കാരണമാണോ കേരളത്തിന് SSA ഫണ്ട് നൽകാത്തതെന്ന ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെയായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥത വഹിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞത്. വാക്കുകൾ. My dear friend John Brittas, I am very thankful to him. He created the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM Shri MOU. Later on, what compelled them, I don't know. Honorable Minister, Kerala government came to see me. എന്നാൽ പദ്ധതിയിൽ മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും കേരളത്തിന് അവകാശപ്പെട്ടത് നേടിയെടുക്കാനാണ് ഇടപെട്ടതെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിവൻകുട്ടിയുടെ കൂടെ, കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഞാൻ പലതവണ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്, തർക്കമില്ല കാര്യത്തിൽ. PM ശ്രീ കരാറിൽ ഒപ്പിടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ്. അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, നമുക്കറിയയില്ല. CPIM BJP അന്തർധാരയുടെ തെളിവാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇന്നിപ്പോൾ ഒരു കേന്ദ്ര മന്ത്രി തന്നെ പറഞ്ഞത് CPMന് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ വികൃത മുഖം ഒന്നുകൂടി വ്യക്തമാക്കപ്പെടുന്നു. BJP CPM ബന്ധത്തിന്റെ തനിനിറമാണ് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ അപ്രതീക്ഷിതമായ ഒരു വെളിപ്പെടുത്തൽ, ആ നിലയ്ക്ക് അതിനെ വെളിപ്പെടുത്തലായി ആണോ കാണേണ്ടത്, അതോ തന്ത്രപരമായ ഒരു നീക്കം എന്നതിനെ കണക്കാക്കണോ, ബ്രിട്ടാസിനെ വിശ്വാസത്തിലെടുക്കണോ? ഇതിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു പാറ വെച്ചാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ചർച്ചയാകാൻ വേണ്ടി തന്നെ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളയും തമ്മിൽ മീഡിയേഷന് വേണ്ടി ഒരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്തു എന്നാണ്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ഒരു കാര്യം സംസാരിക്കുന്നതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു MP ഇടപെട്ടു, അല്ലെങ്കിൽ അതിനകത്തൊരു പാലമായിട്ട് നിന്നു എന്ന് വെച്ചാൽ അതിനകത്തുള്ള കുഴപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ തമിഴ്നാടും അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു സംസ്ഥാനം ഗുജറാത്ത് സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള സംഭവത്തിൽ സംസാരം നടക്കുന്നതിനിടയിൽ അതിനകത്ത് ഗുജറാത്തിലൊരു MP ഒരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്തു. കാര്യങ്ങൾ MP ഡൽഹിയിലുണ്ടല്ലോ, അപ്പോൾ ആ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരാൾ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കുഴപ്പം എന്താണെന്ന് എനിക്ക് സത്യമായിട്ടും മനസ്സിലായിട്ടില്ല. പക്ഷേ അതേസമയം BJPയും CPMനും ഇടയിലുള്ളൊരു പാലമായിട്ട് ജോൺ ബ്രിട്ടാസ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഇവിടെ BJPക്കും CPMനെതിരെ അവർക്ക് BJP ബന്ധമുണ്ട് എന്ന്, പ്രത്യേകിച്ചും ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയ പ്രശ്നത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഗതിയെ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള വർത്തമാനത്തിൽ മീഡിയേഷനായിട്ട് നിന്നു എന്ന് മാത്രമല്ല, PM ശ്രീ സംബന്ധിച്ച് എന്താ ഉള്ളത്? PM ശ്രീ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു PM ശ്രീയിൽ ഒപ്പിടാൻ.
സംസ്ഥാന സർക്കാർ എന്ന് വെച്ചാൽ പിന്നീട് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും എന്തായാലും തീരുമാനിച്ചു, അവർ ഒപ്പിടാൻ വേണ്ടി പോയി. സ്വാഭാവികമായിട്ടും ജോൺ ബ്രിട്ടാസ് MP എന്താ വിചാരിക്കുന്നത്? ജോൺ ബ്രിട്ടാസ് MP സ്വാഭാവികമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ മീഡിയേഷന് വേണ്ടിയിട്ടും രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ പിന്നീടാണല്ലോ, ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ പറയുന്ന പ്രശ്നം അവിടെ ഉണ്ടായത്. CPI എതിർപ്പായിട്ട് വരുന്നു, ഇത് ഗുണകരമല്ല എന്ന് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അതിൻ്റെ സംശയങ്ങൾ ഉന്നയിക്കുന്നു. സ്വാഭാവികമായിട്ടും അവർ പിന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനകത്ത് ആ സംഭവം ഉണ്ടായി. പക്ഷേ കേന്ദ്രവും കേരളവും തമ്മിൽ, സർക്കാരുകൾ തമ്മിൽ ഒരു കേന്ദ്ര പദ്ധതിയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിട്ടൊരു പദ്ധതിയിൽ കേരള സർക്കാർ കൂടെ ഒപ്പിടുന്ന ഒരു സംഗതിയിൽ ഇവർ മീഡിയേഷന് ബ്രിഡ്ജായിട്ട് നിന്നു എന്ന് പറയുന്ന ഒരു ചീത്ത കാര്യമേ അല്ല. അതിനെന്ത് ചീത്ത കാര്യമുള്ളത്? അതിനകത്ത് എന്തെങ്കിലും കേന്ദ്രം എന്തെങ്കിലും തെറ്റായ കാര്യം എന്തെങ്കിലും കേരളത്തെ കൊണ്ടുപോയിട്ട് അതിന് മീഡിയേഷനായിട്ട് നിന്നു എന്നോ മറ്റോ ആയിരുന്നെങ്കിലും ഒക്കെ ഇതിനകത്തൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. ഇതിനകത്ത് എനിക്കെന്തെങ്കിലും വലിയ കുഴപ്പമുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിൽ അതൊരു ചർച്ചയാകട്ടെ എന്ന് കണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തെ മുന്നിലെടുത്തിയിട്ട് ഈ സാധനം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താണ്. അതാ ചർച്ചയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. അതെ, ഇതിനകത്ത് എനിക്കും സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് ഇപ്പോൾ സണ്ണി വക്കീലിൻ്റെ തന്നെയാണ് ഈ വിഷയത്തിലും ബൈറ്റ് വന്നത്, അതിൽ എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ ആ നിലയ്ക്ക് അവതരിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്കും പിടികിട്ടിയിട്ടില്ല. കാരണം കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങളെല്ലാം ഇത് നടപ്പാക്കി കഴിഞ്ഞതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായുള്ള കരാറുകളിൽ നേരത്തെ തന്നെ ഒപ്പിട്ടിരിക്കുന്നു. ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുൻപ് നടപ്പാക്കിയ സംഗതിയുണ്ടല്ലോ, അതായത് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. ആ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീ വരുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കിയ കോൺഗ്രസിൻ്റെ സംസ്ഥാനങ്ങളുണ്ട്. അതായത് ഈ NEP നടപ്പാക്കാൻ നിർബന്ധിക്കും PM ശ്രീയിൽ ഒപ്പിട്ടാൽ. അതിൻ്റെ നിബന്ധനയാണ്. അതുകൊണ്ട് ഒപ്പിടരുത് എന്നുള്ളതാണ് ഇവിടെ വിഷയം. അതായത് ഈ PM ശ്രീ എന്നുള്ള പദ്ധതിയെക്കുറിച്ച് നരേന്ദ്രമോദി ആലോചിക്കുന്നതിന് മുമ്പ് ഈ NEP-യിൽ ഒപ്പിട്ട അല്ലെങ്കിൽ NEP-യിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരണകാലത്ത് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി നേതാവ് എങ്ങനെയാണ് ഇത്തരം ഒരു വിഷയത്തിൽ, അതായത് ഈ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാന മന്ത്രി അവിടെ കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ ചെല്ലുമ്പോൾ അതിന് മധ്യസ്ഥനായി നിൽക്കുകയോ അങ്ങനെ തന്നെ വേണമെങ്കിൽ പ്രയോഗിക്കാം. അതിനിടയ്ക്ക് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കത്തക്ക തരത്തിൽ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ചതിയാണ്, വഞ്ചനയാണ്, സംസ്ഥാനത്തോടുള്ള വഞ്ചനയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഞാൻ ചേർത്ത് പറഞ്ഞോളൂ. അതായത് ഇപ്പോൾ നമ്മുടെ ഹൈവേ പദ്ധതികൾ, ഹൈവേ റോഡ് മന്ത്രി കേരളത്തെ വല്ലാതെ അഭിനന്ദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഹൈവേ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് മുഖ്യമന്ത്രി മറ്റും അങ്ങോട്ട് പോകുമ്പോൾ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ സംസാരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ ഏറെക്കാലം പരിചയമുള്ള ജോൺ ബ്രിട്ടാസ് അതിനകത്ത് പോയിരുന്നു കഴിഞ്ഞാൽ നാളെ സഭയിലിരുന്ന് ഗഡ്കരി പറയാണ്, ഇതാ ഈ റോഡൊക്കെ നന്നായിട്ട് മനോഹരമായിട്ട് ഹൈവേ നടപ്പാക്കിയതിന് ബ്രിഡ്ജായിട്ട് നിന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് പറഞ്ഞാൽ അതൊരു അപമാനിക്കലാണോ എന്ന് വെച്ചാൽ അത് തെറ്റായ കാര്യമാണോ അല്ലെങ്കിൽ ശരിയായ കാര്യമാണോ? നല്ല കാര്യമല്ലേ? അതായത് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പണി ഒപ്പിച്ചല്ലോ. അതായത് ഇവിടെ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും KM എബ്രഹാമിനും നോട്ടീസ് കൊടുത്തു. എന്തിനാണ്? അതായത് ഈ മസാല ബോണ്ടിലൂടെ കണ്ടെത്തിയ ഫണ്ട് കൊണ്ടുവന്ന് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നതൊരു ആരോപണമായി ഉന്നയിച്ചത് അനുകൂലമായി എങ്ങനെയാണ് LDF ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടില്ലേ. ഇത് ഏതാണ്ട് അതുപോലെയാണ്. കാരണം ഈ ഫണ്ട് കൊണ്ടുവരാനും സംസ്ഥാനത്തിൻ്റെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾക്കും ഒക്കെ മധ്യസ്ഥനാവാനും ഒക്കെ ജോൺ ബ്രിട്ടാസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് അവിടെ പണിയെടുക്കുകയാണ് എന്ന് വെറുതെ നാട്ടുകാരെ അറിയിക്കേണ്ടതുണ്ടോ കോൺഗ്രസ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. രണ്ടാമത്തെ കാര്യം, ഒരു കാലത്ത് കോൺഗ്രസിന് MP-മാർ 10-20 പേർ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് എപ്പോഴും CPM ഇവിടെ പ്രചരിപ്പിക്കുക 20 MP-മാർ അവിടെ ഉണ്ടായിട്ട് പോലും കേരളത്തിന് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ എന്നാണ്. ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പോൾ V മുരളീധരൻ അവിടെ MP ആയിരുന്നപ്പോൾ കേരളത്തിന് വേണ്ടി വല്ലതും ചെയ്തോ എന്നായിരുന്നു CPM ചോദിക്കുന്നത്. ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് വലിയ എതിർക്കുന്ന BJP-യുടെ സർക്കാരിനോട് പോലും എതിർപ്പ് രാഷ്ട്രീയമായിട്ട് ഉയർത്തുമ്പോൾ ഞങ്ങൾ ഈ മീഡിയേഷൻ വർക്ക് നടന്നിട്ട് കേട്ടോ നാട്ടുകാർക്ക് വേണ്ടി അവർ പറയാം. അതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ ഫേസ്ബുക്ക് പേജുകളിൽ പോയി നോക്കണം. അതായത് ഇന്നലെ അമ്പലക്കണ്ണന്മാരെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുതിർന്ന നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ ആ ക്യാമ്പയിൻ ഉണ്ടല്ലോ, അതുപോലെ എന്നാൽ പിന്നെ നമുക്ക് ഒരു ക്യാമ്പയിൻ നടത്തിക്കളയാമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗ് തീരുമാനിച്ചു. ആ ക്യാമ്പയിൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ KPA മജീദിൻ്റെയും PK ബഷീറിൻ്റെയും എല്ലാവരുടെയും നജീബ് കാന്തപുരത്തിൻ്റെ എല്ലാ ലീഗ് നേതാക്കന്മാരുടെയും പേജുകളിൽ 30 വെള്ളിക്കാശിന് വേണ്ടി മതേതര കേരളത്തെ BJPക്ക് ഒറ്റുകൊടുത്തവൻ ബ്രിട്ടാസ്, യൂട്യൂബ് ബ്രിട്ടാസ്, PM ശ്രീ പദ്ധതിയിൽ ചേരാൻ CPM-നും BJPക്കും ഇടയിൽ ഇടനിലക്കാരനായത് ജോൺ ബ്രിട്ടാസ് ആണെന്നുള്ള വാർത്ത CPM-ന് അലങ്കാരമായിരിക്കും, മതേതര കേരളത്തിന് നാണക്കേടാണ്, മതേതര കേരളത്തെ ഒറ്റിയ മുന്ന, ഇതൊക്കെ KPA
ഐ മജീദാണ്. ആ മുന്നപ്രയോഗം ബ്രിട്ടാസ് ഇദ്ദേഹത്തിനെതിരെ സുരേഷ് ഗോപിക്കെതിരെ പ്രയോഗിച്ച് ആ നിലയ്ക്ക് അത് ഹിറ്റായതാണ്. അപ്പോൾ ഇങ്ങനെ മുതൽ നജ്മ തബ്ഷീർ വരെ സകല നേതാക്കന്മാരും ഈ ലീഗ് നേതാക്കന്മാരും ഒരുമിച്ച് ബ്രിട്ടാസിൻ്റെ നല്ല പടമൊക്കെ വെച്ചിട്ട് വ്യാപകമായി ഇത് പ്രചരിപ്പിക്കുക. ഏത് ലീഗാണ് സനീഷേ? അതായത് ഈ കേന്ദ്ര സർക്കാർ അവിടെ ഈ NIA നിയമ ഭേദഗതിയുടെ ബില്ല് വന്നപ്പോൾ, മുത്തലാഖ് ബില്ല് വന്നപ്പോൾ, അതല്ലെങ്കിൽ ഇങ്ങനെ പല പല വിഷയങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഇവിടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു വരെ അവിടെ ഉണ്ടായിരുന്ന MP-മാർ, ലീഗിൻ്റെ MP-മാർ നിർണായകമായ സമയത്ത് വോട്ട് ചെയ്യാതെ പാർലമെന്റിൽ നിന്ന് മുങ്ങിയ ചരിത്രമാണ് ഈ തൊട്ടടുത്ത കാലത്തുള്ളത്. അപ്പോൾ ആ പാർട്ടി ഇപ്പോൾ ബ്രിട്ടാസിനെതിരെ ഇങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നത് വളരെ വിചിത്രവും പരിഹാസ്യവുമായി മാറും. അതല്ലെങ്കിൽ ബ്രിട്ടാസിന് ഇത് ഗുണമാവും എന്നാണ് അതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിനകത്ത് ധർമ്മേന്ദ്ര പ്രധാൻ മിസ് ചെയ്തൊരു കാര്യം, അതായത് ഈ പറയുന്നിടക്ക് എവിടെയെങ്കിലും BJP ലീഡ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരെന്നും CPM ലീഡ് ചെയ്യുന്ന കേരള സർക്കാരെന്നും ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു പഞ്ച് ഇവർക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഗവൺമെൻറ് ഓഫ് കേരളയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് തന്നെ വൃത്തിയായിട്ട് അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ട് ചെറിയൊരു ഇമ്പാക്റ്റ് കുറവുണ്ടാകും. അതാണ് CPIM BJP ഒത്തുകളി ആരോപണം എടുത്തിടാൻ കോൺഗ്രസിന് വഴി തുറന്നു കൊടുത്തിരിക്കുകയാണ് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി നടത്തിയ പ്രസ്താവന എന്നത് വാസ്തവമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലതെറ്റി നിൽക്കുന്ന കോൺഗ്രസ് ഈ കിട്ടിയ വിഷയം പരമാവധി കത്തിക്കാൻ ശ്രമിക്കും എന്നതും ഉറപ്പാണ്. അതിനവർ തുടക്കമിട്ടെങ്കിലും ഇതുവരെ CPI അതിൽ കയറി പിടിച്ചിട്ടില്ല. CPI ആരോപണം ഏറ്റെടുക്കാത്തിടത്തോളം വിഷയത്തിൻ്റെ ആഘാതശേഷി ഇടതുമുന്നണിയിൽ കുറയും. എന്നാലും തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും കോൺഗ്രസും UDFും കേന്ദ്രത്തിലേക്ക് കേരളം പാലമിട്ടെന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. തദ്ദേശ തലത്തിൽ പക്ഷേ ഈ പുതിയ PM ശ്രീ വിവാദം കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ അറിയണം. RDCയുടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.